നന്നായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചാൽ നന്നായിരിക്കും. നല്ലൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. അമ്മൂമ്മയുടെ നല്ലതല്ലേ വയസ്സങ്കലത്ത്. ഞാനേ മുത്തശ്ശിയാ. എനിക്ക് പേരക്കുട്ടികളും കുട്ടികളും ഒക്കെ ഉണ്ട്. 18 ദിവസം അവിടെ മലയുടെ മുകളിൽ കയറി. ഞാൻ 11 ദിവസം കയറി. പക്ഷെ ഇപ്പൊ നടക്കാൻ പറ്റിയെന്നുള്ളൂ. അന്ന് കയ്യും കാലും പിടിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. ഇത്ര മലയുടെ മുകളിലെ കയറി സെറ്റിട്ടത്. ഷൂട്ടിങ് ബുദ്ധിമുട്ടില്ല, പക്ഷെ മലയുടെ മുകളിൽ കയറുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓടി നടക്കും ഇവരുടെയൊക്കെ സഹായത്തോടെ. അതാരാ? ഇല്ല, ഗുരു സോമസുന്ദരായിട്ടുള്ള കോമ്പിനേഷൻ സീനില്ല. ആ, വിജയൻ്റെ കൂടെ ഉണ്ട്. ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ കൂടെ. പിന്നെ മധുവിൻ്റെ വർക്ക് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. മധു അമ്പാട്ടിൻ്റെ. ഇങ്ങനെ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് റഫായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്നത്. അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇല്ല, കാരണം എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്യാമറാമാനും ഡയറക്ടറും പിന്നെ രാജേഷ് നാരായണനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ പറ്റിയായിരുന്നു. പിന്നെ ക്രൂ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ 18 ദിവസം അതിനകത്ത് തന്നെ നിൽക്കുന്ന ചെയ്തതിൻ്റെ ഒരു നല്ല സന്തോഷം ഉണ്ടായിരുന്നു. സിനിമ കണ്ടപ്പോൾ സന്തോഷം. നല്ല സിനിമയാണ്. അതെ, നല്ല സിനിമയാണ്. കമേഴ്ഷ്യൽ അല്ല എന്നുള്ളൂ, പക്ഷേ സിനിമ നല്ല സിനിമ. അപ്പോൾ എല്ലാവരെയും നന്നായിരിക്കണം. ഇപ്പോൾ കുറേ നവാഗതരുണ്ട്. ഇപ്പോൾ ഡയറക്ടറായാലും എല്ലാവരും നവാഗതരാണ്. എന്നാലും പിന്നെ മധു അമ്പേഴ്സാറിൻ്റെ ക്യാമറ അത് അത്രയും വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ടുണ്ട്. നായികയായാലും എല്ലാവരും നന്നായിട്ടുണ്ട്. ആക്ടറായാലും നന്നായിട്ടുണ്ട്. മധു സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ കുഴപ്പമില്ല, അടിപൊളിയാണ്. സാറിൻ്റെ ഫിലിമിൽ വർക്ക് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ചെയ്തിട്ടുണ്ട് മുൻപ്, പക്ഷേ സീനെല്ലാം കട്ടായി പോയതായിരുന്നു. ഹാപ്പിയാണ്. അതെ, ആ, സുന്ദർ പാണ്ഡ്യ സാറിൻ്റെ വൈഫായിട്ട് കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പടമാണ് കേട്ടോ. അത് എല്ലാവരും നിങ്ങളൊക്കെ പോയി കാണാൻ വിജയിപ്പിക്കും. നല്ലൊരു നല്ല കഥയല്ലേ. പഴയൊരു കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളൊരു കഥയാണെന്ന് എനിക്ക് തോന്നണേ. ഞാനതിൽ പാടിയിട്ടുണ്ട്. അത് ലാസ്റ്റാണ് അത് കാണിക്കുന്നത്. എഴുതി കാണിക്കുമ്പോഴാണ് അത് കാണുന്നത്. ഒരു ഫുൾ സോങ്ങാണ്, ഒരു 5 മിനിറ്റത്തെ സോങ്ങാണത്. അതൊക്കെ കേൾക്കുക. കൊട്ടും പാട്ടും കാളപ്പൊട്ടെന്ന് പറഞ്ഞിട്ടൊരു സോങ്ങാണ്. അതൊക്കെ കേൾക്കുക നിങ്ങൾ കേട്ടോ. നല്ല സിനിമയായിരുന്നു. ഇങ്ങനത്തെ സിനിമ വേണം നമ്മൾ വിജയിപ്പിക്കാൻ. ഭയങ്കര ഇമോഷണലായ പടമാണ്, മസ്റ്റായിട്ടും കാണണം. നല്ലൊരു ആർട്ട് ഫിലിം, നല്ല സിനിമ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ആൾക്കാരായാലും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഇതിലാണെന്ന് തോന്നത്തില്ല. അതേപോലെ എക്സ്പീരിയൻസ്ഡ് ഉള്ളവരുടെ കൂട്ടാണ് എല്ലാവരും ചെയ്തേക്കുന്നത്. എല്ലാവരും പോയി കാണേണ്ട മൂവി തന്നെയാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു ചെറിയ ജീവിതം എന്ന് പറഞ്ഞാൽ പറയാം. അതുപോലെയായിരുന്നു. പിന്നെ ആക്ടേഴ്സ് എല്ലാം വളരെ ഗംഭീരമായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കാമെന്ന് പറയത്തില്ല, അങ്ങനത്തെ ഒരു ബിഹേവിങ് പുതിയ ഇപ്പോഴത്തെ ഒരു തരം ആക്ടിങ് ആയിരുന്നു. പിന്നെ മധുവമ്പാട്ട് സാറിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, ലെജൻഡാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രെയിമുകളെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ഏരിയയും കൂടെ ആയതുകൊണ്ട് ഗംഭീരമായിട്ട് പിക്ചറൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രിയ സുഹൃത്താണ് ഡയറക്ടർ ബോബൻ ഗോവിന്ദൻ. അപ്പോൾ ഈ സിനിമയുടെ തുടക്കം തൊട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാനും പുള്ളിയും ഷെയർ ചെയ്തിട്ടുള്ളതാണ് ചേട്ടനുമായിട്ട്. പിന്നെ ഇതിലൊരു ക്യാരക്ടർ ചെയ്യാനിരുന്നതാണ്. ആ ക്യാരക്ടറുടെ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ സങ്കടം തോന്നുന്നു. ഏതായാലും അടിപൊളി ഫിലിം പടം. തീർച്ചയായിട്ടും താങ്ക് യു. നല്ല സിനിമയായിരുന്നു. നല്ല രസമുള്ളൊരു സിനിമ. ഇത്രയും നല്ലൊരു സിനിമയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. നല്ല സിനിമയാണ്. പക്ഷേ നല്ല അഭിപ്രായമാണ്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. നല്ല മെസ്സേജുള്ള നല്ലൊരു സിനിമ. നല്ല രസമായിട്ട്. സൂപ്പറല്ലേ, ഒന്നും പറയാനില്ല. അടിപൊളിയല്ലേ, സൂപ്പർ. വഴിയെന്ന സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സിനിമയായി ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു കഥാകൃത്ത് നമ്മളെ കരയിപ്പിക്കുകയാണ് ചെയ്ത്. തിയേറ്ററിൽ ഫസ്റ്റൊക്കെ മൂവി നല്ല ഒരു ത്രില്ലായി കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ അവസാന നിമിഷം നമ്മളെ കരയിപ്പിച്ചു. അതായത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ അതിലുണ്ടായിട്ടില്ല. അപ്പോൾ ഈ പടം നല്ലപോലെ എല്ലാവരും കാണും വേണം. ഒരു
അത്രയും നല്ലൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി മറ്റുള്ള ആൾക്കാർ കണ്ട് അതുമായി ബന്ധപ്പെട്ട് നോക്കുക. ഏറ്റവും കൂടുതൽ നന്നായിട്ടുള്ള പുതിയ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും അവരൊന്നും ഈ സിനിമയുടെ പഴയ രീതിക്കുള്ള ആൾക്കാർ തന്നെയാണെന്ന്, അതേ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളൊരു തോന്നിക്കുന്ന അഭിനയങ്ങളായിരുന്നു മറ്റുള്ള എല്ലാവരും അഭിനയിച്ച എല്ലാവർക്കും ആശംസകൾ. ഈ പടം എല്ലാവരും മലവാഴി എന്ന സിനിമ എല്ലാവരും കാണുക, തിയേറ്ററിൽ പോയി കാണുക. എല്ലാവിധ ആശംസകളും അതിൻ്റെ തിരക്കഥാകൃത്തുക്കും ഡയറക്ടർക്കും എല്ലാവിധ ആശംസകളും നേർന്നു. ഓക്കെ, നല്ല സിനിമയായിരുന്നു. നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഒരു ഹിറ്റാവേണ്ട അവാർഡൊക്കെ കിട്ടുന്ന ഒരു നല്ല സിനിമയാണ്, തീർച്ചയായും കാണും. മലവാഴി എന്ന ചിത്രത്തിൻ്റെ പ്രിവ്യൂ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ശരിക്കും ഒരു പരിസ്ഥിതി ചിത്രം, ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചൊക്കെ റിലീസ് ചെയ്യാൻ പറ്റിയൊരു ചിത്രം തന്നെയാണ്. നല്ല മലയും അതിൻ്റെ കാടുകളും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു നായകൻ, അതിനെതിരെ ഒരു വില്ലന്മാർ അത് നശിപ്പിക്കാൻ നോക്കുന്നു. അതിപ്പോഴത്തെ കാലത്ത് ശരിക്കും നമ്മുടെ പ്രളയം, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ എല്ലാം സംഭവങ്ങളും ഇതിനെ ബേസ് ചെയ്തുണ്ടാകുന്നു എന്നുള്ളതാണ് യഥാർത്ഥ ഒരു നേർക്കാഴ്ചയാണ് കാണിക്കുന്നത്. മലകളെ എത്രത്തോളം സംരക്ഷിക്കാം അത്രത്തോളം നമ്മൾ സംരക്ഷിക്കണം എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു ചിത്രം കൂടിയാണ്. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് അതിനകത്ത് തോന്നിയ മധുവമ്പാട് സാറിൻ്റെ ദൃശ്യഭംഗി എന്ന് വെച്ചാൽ ചില ഫ്രെയിമൊക്കെ നമ്മൾ വരച്ച് വെച്ച പോലെ തന്നെ വൈശാലി അടക്കമുള്ള ഹിറ്റ് ചിത്രങ്ങളിലെ ക്യാമറാമാനാണ്, അറിയാമല്ലോ എല്ലാവർക്കും. അദ്ദേഹം ഈ ചിത്രത്തിന് വേണ്ടി DOP ചെയ്തതിന് വലിയ കാര്യമാണ്. അതുകൊണ്ട് പല രംഗങ്ങളും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിന്. പിന്നെ ഡയറക്ടർ ബോബൻ, പിന്നെ അതുപോലെ തന്നെ ഗുരു സോമസുന്ദരം അഭിനയിച്ചിട്ടുണ്ട്. നായകൻ ദേവദാസിൻ്റെ, അദ്ദേഹത്തെ കാണുമ്പോൾ ഈ ക്യാരക്ടർ അദ്ദേഹം ചെയ്തതെന്ന് നമുക്ക് തോന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു രൂപമല്ല ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. സിജി പ്രദീപ് സംസ്ഥാന അവാർഡ് കിട്ടിയ നായികയാണ്. രാജേഷ് കുറുമാലി സ്ക്രിപ്റ്റ്. അങ്ങനെ ഒരു നല്ലൊരു കോമ്പിനേഷനുള്ളൊരു ചിത്രമാണ്. തികച്ചും ഒരു ഇന്നത്തെ കാലയളവിൽ ഒരു സാമൂഹ്യ പ്രസക്തി, ശരിക്കും സാമൂഹ്യ പ്രസക്തിയുള്ളൊരു ചിത്രം തന്നെയാണ്. ഒരു IFFK പോലുള്ള മേളകളിലും ഒക്കെ മത്സരിക്കേണ്ട ഒരു ചിത്രമാണ്. ഏതായാലും വളരെ സന്തോഷം അതിൻ്റെ PR വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായി മനസ്സാരായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഓർക്കാൻ പറ്റിയതാണ്. അവരെ ഫ്രെയിമിലൊക്കെ ഒന്ന് വരാമെന്നുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അത് നല്ലൊരു ക്യാരക്ടറും കിട്ടി, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇതിനുവേണ്ടി ഒരുപാട് ട്രൈ ചെയ്ത് മാറ്റം വരുത്തിയതാണ്. അതിനെ കാസ്റ്റിംഗ് ഡയറക്ടർ നമ്മളെ രാജേഷ് സാറാണ്. അതിന് എനിക്ക് ഡയറക്ഷൻ, ടച്ചിങ്, എക്സസൈസ് ഇതെല്ലാം ചെയ്ത് ഒരുപാട് മാറ്റിയെടുത്താണ്. അവർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്. നമ്മളെ മനസ്സിൽ അത് ഫീൽ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. വളരെ ആ ക്യാരക്ടറിനോടുള്ള താല്പര്യം, ആ കഥ പറഞ്ഞു തന്നപ്പോൾ ഉണ്ടാവുന്ന അത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. അത് എത്രമാത്രം ആയി എന്നറിയില്ല. എന്തോ മധുസാറിൻ്റെ അതൊരു സ്വപ്നമായിരുന്നല്ലോ നമുക്ക് എല്ലാവരും. ഏതൊരു ആർട്ടിസ്റ്റിനും മധുസാറെ ക്യാമറയിലൊന്ന് വരിക എന്നുള്ള ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അത് എനിക്ക് കിട്ടിയ വളരെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഡയറക്ടറും നല്ലൊരു ഡയറക്ടറാണ്. അദ്ദേഹം മര്യാദ നന്നായി ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സിനിമ കണ്ടിട്ട് ഞാനല്ലല്ലോ അഭിപ്രായമുണ്ട്. ഞാൻ സന്തോഷമുണ്ട്. കാരണം എല്ലാവരും നല്ല അഭിപ്രായം പറയും. നമ്മൾ ഉദ്ദേശിച്ചൊരു മൂഡ്, അതായത് ഒരു സിനിമയുടെ ഒരു നമുക്കറിയാം നമ്മൾ ഇതാണ് എൻ്റെ സിനിമ എങ്ങനെയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ യൂത്തിന് പറ്റുന്നൊരു സിനിമയല്ല, ഇതൊരു സീരിയസ് സിനിമയാണ് എന്ന് നമ്മൾ തുടക്കം തൊട്ട് നമ്മൾ എന്താണോ കണ്ടത് അത് കിട്ടിയായിരുന്നു. അതായത് ഓരോ സിനിമയ്ക്ക് ഓരോ ജോണറുണ്ട്. ഈ സിനിമയുടെ ജോണർ ഇങ്ങനെ ഞാൻ ഈ ടൈപ്പ് സിനിമ എന്നാണ്. ഇതിന് മുമ്പ് തന്നെ പടം എന്ന് പറഞ്ഞാൽ മൃദുഭാവത്തിലുള്ള കൃത്യ പക്കാ കൊമേഴ്സ്യൽ പടമായിരുന്നു, ഷാജൂൺ കാരിയാൽ ഡയറക്റ്റ് ചെയ്ത്. ഇപ്പോൾ ഈ പടം ഇതാണ്. ഇനി എഴുതാൻ പോകുന്നത് പ്രമോദ് ഗോപ്പൻ്റെ പടം എഴുതി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജോണറൊന്നുമില്ല. ഈ സിനിമ ആവശ്യപ്പെടുന്ന ജോണർ ഇതാണ്. അപ്പോൾ ഈ പാറ്റേണിൽ ഈ സിനിമ പറയണം എന്ന് തോന്നി അത് ഇങ്ങനെ പറഞ്ഞു. ഇനി അടുത്തൊരു സിനിമയുടെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ മാറി ആലോചിക്കാം. അതാണ് നമ്മുടെ ഇത്. താങ്ക് യു കേട്ടോ.